പരീക്ഷണ വസ്തു അവക്കാഡോ ഉണ്ടായി. ഇന്ന് കടയിൽ പോയപ്പോൾ ഞാനൊരു അവക്കാഡോ മേടിച്ചിട്ടുണ്ടായി. എന്നാൽ പിന്നെ അവക്കാഡോ ഷേക്ക് ആയാലാന്ന് ഓർത്ത്. ഇതൊന്നും ഇതിനു മുമ്പ് ചെയ്ത് വലിയ പരിചയമൊന്നുമില്ല. എന്നാലും ശരി, ഇങ്ങനെയൊക്കെയല്ലേ ഒരേ കൂട്ടങ്ങൾ പഠിക്കണത്. അങ്ങനെ നമ്മൾ വീഡിയോയിലൊക്കെ കാണാറുള്ള പോലെ അവക്കാഡോനെ മുറിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കോരി എടുത്തു വന്നപ്പോഴൊക്കെ താഴെ പോയിട്ടുണ്ട്. ഭാഗ്യം നിലത്തോട്ട് പോയില്ല. അങ്ങനെ നിലത്തോട്ട് പോയ പണി വാളി. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഇല്ല, ആകെ ഒരു അവക്കാഡോ മാത്രമേ ഞാൻ പരീക്ഷണത്തിന് മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഐസ്ക്രീമും കുറച്ച് നട്ട്സും എല്ലാവരും കൂടി കൂട്ടി കുറച്ച് പാലും ഒഴിച്ചിട്ട് അങ്ങനെ ഒന്നരച്ചെടുക്കാമെന്ന് കരുതി കേട്ടോ. അരച്ചെടുത്തിട്ട് ബാക്കി പാലും കൂടി മിക്സ് ചെയ്ത് അവക്കാഡോ ഷേക്കായിട്ട് മാറ്റി കഴിയുമ്പോൾ കുറച്ച് പഞ്ചസാര ഇടാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ പഞ്ചസാരയും ഇട്ടിട്ടുണ്ട്. ഞാൻ സാധാരണ വീഡിയോസൊക്കെ എനിക്കറിയാൻ പാടില്ലാത്തതൊക്കെ വീഡിയോസൊക്കെ നോക്കി ചെയ്യാറുണ്ട് കേട്ടോ. വീഡിയോസ് നോക്കി ചെയ്യുമ്പോൾ മുഴുവനും ഞാൻ കോപ്പി അടിക്കാറില്ല. കുറച്ച് എൻ്റെ സ്റ്റൈലും കൂടി കൊണ്ടുവരുമ്പോൾ അതെൻ്റെയും കൂടി ആവും. അങ്ങനെ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ മൂലൻസിൽ പോയപ്പോൾ കുറച്ച് ചിക്കൻ പോപ്കോൺ ആണെന്നുള്ള വ്യാജേന മേടിച്ചതാണ്. വായിച്ചപ്പോൾ തിരിഞ്ഞു പോയി. അപ്പോൾ അത് പൊട്ടറ്റോ പോപ്കോൺ ആയിരുന്നു. എന്തോ ആയിക്കോട്ടെ, എന്തും നമുക്കിവിടെ പോകും. അങ്ങനെ കുറച്ച് ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. ചിക്കനൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. കുറേ നേരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐസൊക്കെ വിട്ട് വന്നപ്പോഴേക്കും അതിനൊരു ചിക്കൻ 65 ഉണ്ടാക്കാമെന്ന് കരുതിക്കൊണ്ട് അതും എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 65 ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കുറച്ച് കോൺഫ്ലവറും കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, തൈര് എല്ലാവരും കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചങ്ങോട്ട് മാറ്റി വെച്ച് നമുക്ക് എപ്പോഴാണോ വറുക്കേണ്ട സമയമാകുമ്പോൾ ആ വറുക്കേണ്ട സമയമാകുമ്പോൾ പറക്കി കഴിക്കാൻ പറ്റുന്നതുകൊണ്ട് അതും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം തന്നെ ഈ പോപ്കോണിൻ്റെ ഉള്ളിലാണെങ്കിൽ കുറച്ച് മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ മസാലയും കൂടി ഇട്ടിട്ട് നമ്മുടെ പൊട്ടറ്റോനെ അങ്ങോട്ട് നല്ലതായിട്ട് പെരട്ടി അതും അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുക്കളയൊക്കെ ഒന്ന് സെറ്റാക്കണം. പിന്നെ മുറ്റമൊക്കെ ഒന്ന് തൂത്തിടണം. എറാനും വരെയൊക്കെ അടിക്കണം. വൈകുന്നേരത്തെ എൻ്റെ പണികളെല്ലാം സുതപ്പം വന്നേക്കുമ്പോൾ എനിക്ക് തീർത്ത് വെക്കണം. വിളക്ക് വെച്ച് അവൻ വരുമ്പോഴേക്കും വിളക്ക് വെച്ച് ഞാനവിടെ ഇരിക്കണം എന്നാണ് എൻ്റെ ഒരു ഇഷ്ടം. അങ്ങനെ ഞാൻ വേഗം തന്നെ മുറ്റമടിക്കാനായിട്ട് പോകാൻ ഇറങ്ങിയപ്പോഴേക്കും മഴ പൊടിഞ്ഞ കാരണം പിന്നെ അങ്ങോട്ട് പോയില്ല. അപ്പോഴേക്കും പുറത്ത് നല്ല ഇരുട്ട് പോലെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം പോയിട്ട് കുളിച്ചൊക്കെ വന്നതിന് ശേഷം വിളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ട്. ഇനി ഇപ്പം തന്നെ സുതപ്പൻ വരും കേട്ടോ. കുറച്ച് സമയം ഞാൻ അവിടെ ഇരിക്കും. എന്നിട്ട് വേണം ഇനി സുതും കൂടി വന്നിട്ടാണ് ഞങ്ങൾ നാമം ചൊല്ലൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അവനവൻ്റെ ചായ കുടി കാര്യങ്ങളൊക്കെ. അപ്പോഴേക്കും ഞാൻ വേഗം തന്നെ ആ പോപ്കോൺ വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓവണിലൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കുന്നു തോന്നണം. എണ്ണയിലിട്ട് ചെയ്തതുകൊണ്ട് ലേശം എണ്ണ പിടിച്ചിട്ടുണ്ടാകുന്നൊരു സംശയം. എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഷെയ്ക്കും എടുത്തിട്ടുണ്ട്. ഷെയ്ക്കും തണുത്തൊക്കെ വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ കുറച്ച് പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പൊറോട്ടയും നമ്മുടെ ചിക്കൻ 65ഉം അപ്പോഴേക്കും അമ്മ അപ്പുറത്തുനിന്ന് ഞണ്ട് പീര വറ്റിച്ചതും കൂടി കൊണ്ടുപോയി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ അത്താഴം സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.